പ്രഹസനമായ മന്ത്രിതല ചർച്ചയും വാഗ്ദാന ലംഘനവും. ജീവനക്കാരെ വഞ്ചിക്കുന്ന ഭരണകൂടത്തിനെതിരായി കേരള ബാങ്കിൽ പോരാട്ടം ശക്തം. എംപ്ലോയീസ് കോൺഗ്രസ് പണിമുടക്കിലേക്ക്. കേരള ബാങ്ക് ജീവനക്കാർക്ക് സർക്കാരിൽ നിന്നും സഹകരണ വകുപ്പിൽ നിന്നും കടുത്ത നീതി നിഷേധവും അനീതിയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരള ബാങ്ക് ജീവനക്കാർ നേരിടുന്ന അവകാശ നിഷേധങ്ങളിൽ പരിഹാരം തേടിയുള്ള പ്രക്ഷോഭങ്ങൾക്കും പണിമുടക്കുകൾക്കും ഒടുവിൽ സഹകരണ വകുപ്പ് മന്ത്രി തന്നെ സംഘടനാ പ്രതിനിധികളുമായും ബാങ്ക് മാനേജ്മെന്റുമായും നേരിട്ട് വിളിച്ചു ചേർത്ത യോഗ തീരുമാനങ്ങളെ അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ വൻ പ്രക്ഷോഭത്തിലേക്കും പണിമുടക്കിലേക്കും. വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 26/2 ഫെബ്രുവരി 26/2 ബഹുമാനായ മന്ത്രി, സഹകരണ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി. ചർച്ച നടത്തി ഞങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്തു. ആ ചർച്ചയിൽ എടുത്ത തീരുമാനം ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിതല യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വീണ്ടും ഈ ജൂലൈ 30-31 തീയതികൾ 2 ദിവസത്തെ പണിമുടക്കിന് യൂണിയൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അന്ന് മന്ത്രിതല ചർച്ചയിൽ 26/2 എടുത്ത മന്ത്രിതല ചർച്ചയിലെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു. DA 39% DA കുടിശ്ശികയുണ്ട്. അത് കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ബാങ്കാണ്. DA കൊടുക്കുന്നതിന് കഴിയുന്നതാണ്. പക്ഷെ ഗവൺമെന്റ് അതിനൊരു തീരുമാനമെടുക്കുന്നില്ല. ഗവൺമെന്റ് മന്ത്രിതലത്തിൽ തീരുമാനമെടുത്താൽ മാത്രമേ ഇത് കൊടുക്കുന്നു, മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞപ്പോൾ 20% DA അനുവദിക്കാം എന്ന് മന്ത്രിതല ചർച്ചയിൽ തീരുമാനമെടുത്തതാണ്. ഇതുവരെ അതിനുശേഷം യാതൊരു വിധമായ നടപടികളും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം 1/4/22 ശമ്പള പരിഷ്കരണം ഡ്യൂ ആയി. അത് 20 മാസത്തിന് മുമ്പ് ഞങ്ങൾ കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് മന്ത്രിക്ക് നിവേദനം കൊടുത്തു. പക്ഷെ ഇതുവരെ അതിനൊരു 1/4/22 ഡ്യൂ ആയി എങ്കിലും അതിലേക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയെ പോലും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കമ്മിറ്റി നിയമിക്കാമെന്ന് ഈ മന്ത്രിതല ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പേ റിവിഷൻ നടപ്പിലാക്കിയുണ്ടായ അപാകതകൾ, ആ അപാകതകൾ അനോമലീസ് പരിഹരിക്കാൻ വേണ്ടിയുള്ള കഴിഞ്ഞ മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾ, അതിപ്പോഴും മന്ത്രിതലത്തിലെടുത്ത തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച് യാതൊരുവിധമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മലപ്പുറത്ത് സ്റ്റാഫ് മെർജർ, അത് കേഡർ ഇന്റഗ്രേഷൻ ഇതുവരെ നടത്തി. മലപ്പുറം ജില്ലയാണ് അവസാനം കേരള ബാങ്കിലേക്ക് ലയിച്ചത്. അതുപോലെ തന്നെ പേ യൂണിഫിക്കേഷൻ സഹകരണ രജിസ്ട്രാർ പരിശോധിച്ച് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. അത് ഉണ്ടായിട്ടില്ല. കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കേരള ബാങ്ക് വഴി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കൊടുക്കുന്ന പെൻഷൻ ഫണ്ട് ബോർഡ് വഴിയാണ് കൊടുക്കുന്നത്. സഹകരണ പെൻഷൻ ബോർഡ് വഴിയാണ് കൊടുക്കുന്നത്. അത് കേരള ബാങ്ക് ജീവനക്കാർക്ക് ബാങ്ക് വഴി നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ജീവനക്കാരുടെ ജോലി ഭാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. 2000-ഓളം ഒഴിവുകൾ. അപ്പൊ ഈ ഒഴിവുകൾ നികത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞതാണ്. അപ്പോൾ PSC വഴിയുള്ള നിയമനമാണ്. PSC വഴിയുള്ള നിയമനമാകുമ്പോൾ ഗവൺമെന്റ് അതിനകത്ത് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ പരിഹരിക്കപ്പെടുവാൻ അത് മന്ത്രിതലത്തിൽ PSCയുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കാനുള്ള സമയം നടപ്പിലാക്കേണ്ടതാണ്. പക്ഷെ അതിനുള്ള സമയം വളരെയധികം നീണ്ടുപോയിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. ജോലിഭാരം വർദ്ധിച്ചിരിക്കുകയാണ്. ഏകദേശം 2000-ഓളം ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കുവാൻ നടപടികൾ ഉണ്ടാകണം. PSCയുമായി സംസ്ഥാനത്തിലേക്ക് വേണ്ടുന്ന നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതെല്ലാം ഈ 26/2 നടന്ന ചർച്ചയിൽ, മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായത്. അതിനൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല. അതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങള് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് എന്ന് പറയുന്നത് 4000-ലധികം വരുന്ന കേരള ബാങ്കില്, പഴയ ജില്ലാ സഹകരണ ബാങ്ക്, സംസ്ഥാന സഹകരണ ബാങ്ക്, അതാണ് കേരള ബാങ്കായി മാറിയത്. അവിടുത്തെ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയാണ്.
അപ്പോൾ ഈ 823 ബ്രാഞ്ചുകളും ഈ സമരത്തിലൂടെ സ്തംഭിപ്പിക്കുന്നതിന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. ബാങ്ക് നല്ല രീതിയിൽ നിലനിന്ന് പോകണം. അതിനെല്ലാവിധമായ പിന്തുണയും കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് നൽകുന്നു. നിരവധിയായ സമരങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. 2023 ഫെബ്രുവരി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൂചനാ പണിമുടക്ക് ഒരു ദിവസം സൂചനാ പണിമുടക്ക് നടത്തി. 2023 നവംബർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 24 മണിക്കൂർ ഉപവാസം നിങ്ങൾ നടത്തി. അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണ് ആ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിന് മുന്നിൽ 24 മണിക്കൂർ ഉപവാസ പരിപാടി സംഘടിപ്പിച്ചു. ഈ മന്ത്രിതല ചർച്ചകൾ അതിനുവേണ്ടിയുള്ള നടപടി ഉണ്ടാക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5-ാം തീയതി ഹെഡ് ഓഫീസിന് മുന്നിലും എല്ലാ റീജിയണൽ ഓഫീസുകൾക്ക് മുന്നിലും വീണ്ടും നമ്മൾ സമര പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു പരിഹാരം ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ജൂലൈ 30-31 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 823 ബ്രാഞ്ചിലും ജീവനക്കാർ സമരത്തിലേക്ക് പോകുന്നു. എന്ന് പറയുമ്പോൾ കേരള ബാങ്ക് വന്ന കാലത്ത് 2019 നവംബർ 29-നാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. അന്ന് ജില്ലാ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന വേക്കൻസി അത് കേരള ബാങ്കിലൂടെ ഒഴിവുകളായി വന്നു. അപ്പോൾ സാർ പറഞ്ഞതനുസരിച്ച് 2000 എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോഴുള്ള സ്ട്രെങ്ത്, ഇപ്പോഴുള്ള നോംസ് അനുസരിച്ചാണ് 2000 വേക്കൻസി. അതിലിപ്പോൾ PSC വഴി റിപ്പോർട്ട് ചെയ്ത് PSC ഇപ്പോൾ കോൾ ഫോർ ചെയ്തത് 700 വേക്കൻസി. അത് തന്നെ PSC ഒരു നടപടിയായില്ല. അതായത് 230 ക്ലർക്കുമാര്, 228 പ്യൂൺമാര്, 200 അസിസ്റ്റന്റ് മാനേജർമാര്, പിന്നെ 14 DGമാർ, ഇത്രയും PSC കോൾ ഫോർ ചെയ്തു. ഇത്തവണ ഈ വർഷമാണ് കോൾ ഫോർ ചെയ്തത്. പക്ഷെ ഇപ്പോഴും നിയമനമാവുന്നില്ല. വേക്കൻസി 1500-നും 2000-നും ഇടയിലാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നെങ്കിലും തൽക്കാലം ആളുകളെ നിയമിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ബാങ്ക് 823 ശാഖകൾ, പകുതിയിലധികം ശാഖകളിൽ 2-3 ജീവനക്കാർ മാത്രമാണ്. അതിന് നടപടി എപ്പോഴും മന്ത്രി ചർച്ചയിലൊക്കെ പറയുമ്പോൾ മന്ത്രി നിർദ്ദേശം കൊടുക്കും, അതിന് നടപടി ഉണ്ടാവുമെന്ന് പറയും. പക്ഷെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോലും ആളെ നിയമിക്കാനുള്ള നടപടി ഉണ്ടാവില്ല. അപ്പോ ജീവനക്കാരില്ല എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 5-6 വർഷമായിട്ട് ജില്ലാ ബാങ്കുകളിൽ നിന്ന് തുടങ്ങി ഈ മേഖലയിൽ നിയമനം ഉണ്ടാവുന്നില്ല. അതാണ് 2000-ഓളം വരുന്ന യുവാക്കൾക്കുള്ള തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നു. അതിന് വ്യക്തമായൊരു മറുപടി ഉണ്ടാവുന്നില്ല. അപ്പൊ ആ നിയമനം PSC തുടങ്ങി വെച്ചെങ്കിൽ തന്നെ, പ്രോസസ്സ് തുടങ്ങി വെച്ചെങ്കിൽ തന്നെ അതിനു മുമ്പായി എംപ്ലോയ്മെന്റ് ചെയ്യുന്ന ആളുകളെ നിയമിക്കണ്ടേ? അല്ലെങ്കിൽ ബാങ്ക് ഓരോ മാസം 100-200 ആളുകൾ റിട്ടയർ ചെയ്ത് പോവാണ്. കഴിഞ്ഞ മെയ് 31 മാത്രം 300-ഓളം ജീവനക്കാരെ റിട്ടയർ ചെയ്ത് പോവുക ബാങ്കിൽ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ബാക്കി കാര്യങ്ങൾ പ്രസിഡന്റ് പറഞ്ഞു. ജീവനക്കാർ നേരിടുന്ന വലിയ ഗുരുതരമായ വിഷയങ്ങളാണ് പ്രസിഡന്റ് സൂചിപ്പിച്ചത്. ഈ വിഷയങ്ങളിൽ മന്ത്രി തന്നിട്ടുള്ള ഉറപ്പാണ് 5 മാസമായി പാലിക്കപ്പെട്ടിട്ടില്ല. 39% DA ആണ് നിലവിൽ കേരള ബാങ്കിലെ ജീവനക്കാർക്ക് ലഭ്യമാകാനുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് പോലും